ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് നിരവധി മാറ്റങ്ങളാണ്. ഇൻഷുറൻസുകൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളിലേക്ക് മാറുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം. ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇൻഷുറൻസുകൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളിലേക്ക് മാറുകയാണ്. ഇത് ഇൻഷുറർമാർ തങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതി മാറ്റിമറിക്കും. റെഗുലേറ്ററി അക്കൗണ്ടിംഗ് ചട്ടക്കൂടിന് കീഴിലുള്ള നിയമമാണ് നിലവിൽ ഇൻഷുറൻസ് കമ്പനികൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇനി മുതൽ ഇതിന് പകരമായി IND AS 117, IND AS 109 എന്നിവയായിരിക്കും ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരിക. IFRS, അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് പുതിയ അക്കൗണ്ടിംഗ് സമ്പ്രദായം. കൂടുതൽ വ്യക്തത, കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പുതിയ മാറ്റം. പഴയ രീതിയിൽ പോളിസി ഉടമകൾ പ്രീമിയം അടയ്ക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ലാഭം കാണാനാകുമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം പതുക്കെ മാത്രമേ ലാഭം കണക്കാക്കൂ. ഇതിലൂടെ കമ്പനികളുടെ യഥാർത്ഥ പ്രകടനം വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും. എന്നാൽ പോളിസി ഉടമകൾ പുതിയ നിയമത്തിൽ ശ്രദ്ധിക്കേണ്ടതായി ഒന്നുമില്ല. പോളിസിയിലോ പ്രീമിയത്തിലോ ഒരു തരത്തിലുമുള്ള മാറ്റം സംഭവിക്കില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിലും മാറ്റം വരുന്നതല്ല. ഇൻഷുറൻസ് കമ്പനികൾ കൂടുതൽ സുതാര്യവും വിശ്വസനീയവുമാവുക, സാമ്പത്തികമായി സ്ഥിരതയുള്ള കമ്പനികളാവുക, കുറഞ്ഞ റിസ്ക് എന്നിവയാണ് ഇതിന്റെ നേട്ടം. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.